ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പോയിന്റേഴ്സ് ആണ്. C++ലാത്തെ പോയിന്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ മറന്നുപോയിട്ടില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. ഇപ്പോൾ പോയിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മെമ്മറി ലൊക്കേഷൻ അല്ലേ? ആക്ച്വലി ഒരു മെമ്മറി ലൊക്കേഷനാണ്. പക്ഷേ ഇതിനകത്ത് ഹോൾഡ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? അനദർ ലൊക്കേഷന്റെ അഡ്രസ് ആയിരിക്കും അല്ലെ? നോർമൽ ഒരു മെമ്മറി വേരിയബിൾ പോലെ തന്നെ ഒരു വേരിയബിൾ ആണ്. പക്ഷെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഒരു ഇൻഡിജർ, ഫ്ലോട്ട് അങ്ങനെയുള്ള ഡാറ്റാസ് അല്ല. അനദർ മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ആയിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ സീഡ് ഇതിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം ഇവിടെ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നതും അതിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഡിക്ലറേഷനൊക്കെ കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ്. ഓക്കെ, നമുക്ക് എങ്ങനെയായിരിക്കും വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നത്? ഏതാണോ ഡാറ്റ ടൈപ്പ് അത് സ്പെസിഫൈ ചെയ്യാം. അതിനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ഒരു വാല്യൂ അസൈൻ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ ഞാനൊരു പോയിന്റർ വേരിയബിൾ കൊടുക്കണമെങ്കിൽ ഏത് ഡാറ്റയ്ക്കാണോ നമുക്ക് പോയിന്റർ വേണ്ടത് ആ സെയിം ഡാറ്റ ടൈപ്പ് ഇവിടെ കൊടുക്കണം. എന്നിട്ട് $PA എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഡിക്ലറേഷൻ കൊടുത്തു. എന്നിട്ട് എന്താ പറയാ, PA is equal to എന്ത് കൊടുക്കണം? അഡ്രസ് ഓഫ് എ എന്ന് കൊടുക്കാം. അഡ്രസ് ഓഫ് എ എന്ന് പറയുമ്പോൾ എന്താണ്? എയുടെ അഡ്രസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്തു. ഇതിന്റെ അകത്തുള്ള ഡാറ്റ എന്ന് പറയുന്നത് 10 ആണ്. ഇതിന്റെ നെയിം എ ആണ് അല്ലെ? സപ്പോസ് ഇതിനൊരു പിന്നെ അഡ്രസ് ഉണ്ടെങ്കിൽ, സപ്പോസ് 5000 ആണെങ്കിൽ അഡ്രസ് എന്ന് പറയുന്നത് 5000 ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെ ആണെങ്കിൽ എന്തായിരിക്കും? ഞാൻ ഇവിടെ ഒരു പോയിന്റർ ഇതിൽ യൂസ് ചെയ്യുന്ന മെമ്മറി സൈസ് എന്ന് പറയുന്നത് 2 ബൈറ്റ് മെമ്മറിയാണ് അല്ലെ? അപ്പൊ ഈ 2 ബൈറ്റ് മെമ്മറി തന്നെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതിന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്ററാണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുന്നത്. അവിടെ എന്ത് കൊടുത്തു? ഇന്റ് $PA എന്ന് കൊടുത്തു. ഡാറ്റ ടൈപ്പ് സെയിം തന്നെ കൊടുക്കണം. ഞാൻ ഇവിടെ ഫ്ലോട്ട് ആണ് കൊടുത്തെങ്കിൽ ഇവിടെ ഫ്ലോട്ട് തന്നെ കൊടുക്കുക. ക്യാരക്ടർ ആണ് കൊടുത്തെങ്കിൽ ഇവിടെ ക്യാരക്ടർ തന്നെ കൊടുക്കുക. ഓക്കെ, ഇപ്പൊ $PA എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഒരു വേരിയബിൾ ആദ്യം ഈ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു എ എന്ന് പറഞ്ഞിട്ടൊരു ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്തു. അതിനൊരു അഡ്രസ് ഉണ്ട് 5000. അതിനൊരു വാല്യൂ ഉണ്ട്. ഞാൻ അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ 10 ആണ്. അതിന്റെ മെമ്മറി സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ബൈറ്റ് ആണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്താണ്? ഒരു 2 ബൈറ്റ് മെമ്മറി തന്നെയാണ് ഇവിടെ അലോക്കേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇൻഡിജർ ഡാറ്റ ആയതുകൊണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? PA is equal to അഡ്രസ് ഓഫ് എ എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ ഇവിടെ ഈ PAക്കകത്ത് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5000 ആയിരിക്കും. സെയിം തന്നെയാണ് നമ്മൾ സിയിലും പറഞ്ഞത് അല്ലെ? സിയിലും ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഓക്കെ, ഇത്രയും പോർഷൻ സെയിം തന്നെയാണ്. അപ്പൊ ഇവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ സിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. കുറച്ച് നമ്മൾ ക്ലാസ് ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് മാത്രം ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ മെമ്മറി അലോക്കേഷന് ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മളവിടെ റൺ ടൈം അലോക്കേഷൻ ചെയ്തില്ലേ? അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്തത്? malloc എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്തു. ഇവിടെ വരുമ്പോൾ എന്താണ്? ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ചെയ്യുന്നത്. അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് എന്തായി? ഒരു അഡ്രസ് ഇവിടെ സ്റ്റോർ ചെയ്തു. പിന്നെ ഇതിനകത്ത് പോയിന്റേഴ്സിൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ എന്താണ്? ++ ഓപ്പറേറ്റർ ഉപയോഗിക്കാം, -- ഓപ്പറേറ്റർ ഉപയോഗിക്കാം, ഒരു കോൺസ്റ്റന്റ് വാല്യൂ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം, അതുപോലെ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, കോൺസ്റ്റന്റ് വാല്യൂ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, ++ അതിന്റെ -- ഉപയോഗിക്കാം. പിന്നെ വരുന്നത് രണ്ട് അഡ്രസ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സ്ട്രിങ് ഒക്കെ ആണ് എടുക്കുന്നതെങ്കിൽ എന്താണ്? അതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സും എൻഡിങ് അഡ്രസ്സും എടുത്തിട്ട് അതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്ക് ഇവിടെ കിട്ടും അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ രണ്ട് അഡ്രസ് തമ്മിൽ അഡീഷൻ അവിടെ പോസിബിൾ അല്ല, സബ്ട്രാക്ഷൻ അവിടെ പോസിബിൾ ആണ്. ഓക്കെ, അതാണ് ഇതിനകത്ത് വരുന്നത്. സെയിം തന്നെയാണ് സിയിലും വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ സെയിം തന്നെയാണ് സിയിലും വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു അറേക്കകത്തോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാണ് യൂസിങ് പോയിന്റേഴ്സ്. അപ്പൊ നമ്മൾ നോർമലി ചെയ്യുമ്പോൾ എന്താണ്? ഒരു അറേയൊക്കെ ഡിക്ലെയർ ചെയ്ത് അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇതിപ്പോൾ അങ്ങനെ അല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇന്റ് $PA ഈക്വൽ ടു ന്യൂ ഇന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്തു. ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേഷൻ ഇവിടെ ചെയ്തു. അതിനുശേഷം നമുക്ക് എപ്പോഴും സ്റ്റാർട്ടിങ് അഡ്രസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അനദർ ഒരു പോയിന്റർ വേരിയബിൾ ഞാൻ PB എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, കാരണം ഈ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി നമുക്ക് മാറാൻ പാടില്ല. മറ്റേതാണെങ്കിൽ നമ്മൾ ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ടാണ് ചെയ്തു പോകുന്നത് അല്ലേ? ഇൻഡെക്സ് പൊസിഷൻ 0 to 0 1 2 3 എന്ന് പറഞ്ഞിട്ട് പോകും അല്ലേ? എത്രയാണ് ലാസ്റ്റ് ഇൻഡെക്സ് അത് -1 വരെ നമുക്ക് കൊടുത്തു പോകാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ PA എന്ന് പറഞ്ഞിട്ട് ഒന്നിനകത്ത് അലോക്കേറ്റ് ചെയ്തു. ആ അഡ്രസ്സിനെ നമ്മൾ എന്താണ്? അനദർ ഒരു ലൊക്കേഷനിൽ ഒരു പോയിന്റർ വേരിയബിളിലോട്ട് എടുത്തിട്ട് ആ മെമ്മറിയെ മൂവ് ചെയ്ത് എത്ര ഡാറ്റയാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത് അതുവരെ മൂവ് ചെയ്യിപ്പിക്കാം.
അപ്പൊ ഞാനിവിടെ പി ബി എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്താ കൊടുത്തത്? പി ബി ഇസ് ഈക്വൽ ടു പി എന്ന് കൊടുത്താൽ മതി അല്ലെ. ഇവിടെ നമുക്ക് ആംപർസെന്റ് കൊടുക്കണ്ട. എന്തുകൊണ്ടാണ്? പി എന്ന് പറയുന്നത് ആൾറെഡി ഒരു പോയിന്റർ വേരിയബിൾ ആണ്. അപ്പൊ നോർമൽ വേരിയബിളിന്റെ അഡ്രസ് എടുക്കുമ്പോഴാണ് നമ്മൾ ആംപർസെന്റ് സിമ്പൽ കൊടുക്കുന്നത്. ഇവിടെ രണ്ട് പോയിന്റർ ആയതുകൊണ്ട് എന്താണ്? പി ബി ഇസ് ഈക്വൽ ടു എങ്ങനെ പറയാം? പി ബി ഇസ് ഈക്വൽ ടു പി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ അഡ്രസ്സിനെ എവിടെ എടുത്തു വെച്ചു? പി ബിയിലോട്ട് അസൈൻ ചെയ്തു അല്ലെ. ഇനി ഞാൻ ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫോർ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ കൊടുത്താലും മതി, ഫോർ ലൂപ്പിൽ കൊടുക്കാം. ഓക്കെ, പി ബി ഇസ് ഈക്വൽ ടു പി എന്നുള്ളത് ഇവിടെ കൊടുക്കാം. ഓക്കെ, പി ബി ഇസ് ഈക്വൽ ടു പി അല്ലെ. ഈ അസൈൻമെന്റ് ഞാൻ എന്ത് ചെയ്തു? ഈ ഫോർ ലൂപ്പിനകത്തോട്ട് അസൈൻ ചെയ്തു. എന്നിട്ട് ഏതാണ്? ഇപ്പൊ ഞാൻ 10 ലൊക്കേഷൻ ആണ് എടുക്കുന്നതെന്ന് നോക്കിയോ. 10 ലൊക്കേഷൻ ആണ് എടുക്കുന്നതെങ്കിൽ എന്താണ്? പി ബി ലെസ് ദാൻ പി എ പ്ലസ് 10 അല്ലെ. പി എ മുതൽ 10 ലൊക്കേഷൻ വരെയാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് കണ്ടീഷൻ കൊടുക്കുന്നത്. പി ബി ലെസ് ദാൻ പി എ പ്ലസ് 10. നമ്മൾ പറഞ്ഞു ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആഡ് ചെയ്യാന്ന് പറഞ്ഞല്ലേ. അപ്പൊ 10 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എങ്ങനെ പറഞ്ഞു? പി ബി പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു. ഇതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേറ്റർ ആണ്. പ്ലസ് പ്ലസ് ആൻഡ് മൈനസ് മൈനസ് ഓപ്പറേറ്റർ നമുക്ക് ഇവിടെ കൊടുക്കാന്ന് പറഞ്ഞു അല്ലെ. എന്നിട്ട് എന്താ ചെയ്ത്? ഇവിടെ സിന്ന് പറഞ്ഞിട്ട് സ്റ്റാർ ഏതിലോട്ടാ റീഡ് ചെയ്യുന്നത്? പി ബി. കാരണം രണ്ടും പോയിന്റ് ചെയ്യുന്ന ഒരേ ലൊക്കേഷനാണ് അല്ലെ. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ പി എയും പി ബിയും പോയിന്റ് ചെയ്യുന്ന ഒരേ ലൊക്കേഷനാണ്. അവിടെ ഫസ്റ്റ് വാല്യൂ റീഡ് ചെയ്തു. ഓക്കെ, റീഡ് ചെയ്തതിനു ശേഷം എന്താണ്? പി ബി ഇൻക്രീസ് ചെയ്തു. പി ബി ഇൻക്രീസ് ചെയ്ത കണ്ടീഷൻ ചെക്ക് ചെയ്തു. അപ്പൊ അടുത്ത ലൊക്കേഷനിലോട്ട് നെക്സ്റ്റ് വാല്യൂ റീഡ് ചെയ്തു. വീണ്ടും പി ബി ഇൻക്രീസ് ചെയ്തു. അങ്ങനെ 10 ലൊക്കേഷൻ വരെ ചെയ്യും. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് അഡ്രസ് എവിടെയുണ്ട്? പി എയിലുണ്ട് അല്ലെ. അപ്പൊ നമുക്കത് പ്രിന്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ വീണ്ടും അടുത്ത ഫോർ ലൂപ്പിനകത്ത് എങ്ങനെ പറയാം? പി ബി ഇസ് ഈക്വൽ ടു വീണ്ടും എങ്ങോട്ട് മൂവ് ചെയ്യണം? പി ബി ഈക്വൽ ടു പി എ. അതായത് സ്റ്റാർട്ടിംഗ് അഡ്രസ് വീണ്ടും പി ബിയിലോട്ട് എടുത്തു. സെയിം കണ്ടീഷനാണ്. പി ബി ലെസ് ദാൻ പി എ പ്ലസ് 10 പി ബി പ്ലസ് പ്ലസ്. ഓക്കെ, ഇവിടെ വന്നിട്ട് നമ്മൾ സി ഔട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സി ഔട്ട് എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? സ്റ്റാർ പി ബി പ്രിന്റ് ചെയ്യിപ്പിക്കാം. നമുക്കൊരു ഗ്യാപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റോർന്ന് പ്രിന്റ് ചെയ്യും അല്ലെ. ഗ്യാപ്പിന് വേണ്ടിയിട്ട് എന്ത് കൊടുത്തു? ഞാൻ ഒരു സ്പേസ് കൊടുത്തു. കോഴ്സിനകത്ത് സിംഗിൾ കോഴ്സിലോ ഡബിൾ കോഴ്സിലോ, സിംഗിൾ സ്പേസ് ആണ് കൊടുക്കുന്നതെങ്കിൽ സിംഗിൾ കോഴ്സിൽ കൊടുക്കാം. അതല്ല മോർ ദാൻ 1 സ്പേസ് കൊടുക്കുന്നെങ്കിൽ അത് ഡബിൾ കോഴ്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു പോയിന്റർ വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തു. അത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണ് ചെയ്യുന്നത്. അതിന്റെ സിന്റാക്സ് ഇങ്ങനെ വരുന്നത്: ഇന്റ് സ്റ്റാർ പി എ ഈക്വൽ ടു ന്യൂ ഇന്റ് എന്നാ കൊടുക്കുന്നത്. അതിനുശേഷം എന്താണ്? നമുക്ക് എപ്പോഴും സ്റ്റാർട്ടിംഗ് അഡ്രസ് കീപ്പ് ചെയ്ത് വെക്കണം അല്ലെ. നമ്മൾ മറ്റേലാണെങ്കിൽ ഇൻഡെക്സ് പൊസിഷൻ വീണ്ടും നമ്മൾ ഐസ് ഈക്വൽ ടു 0 എന്ന് റീഇനിഷ്യലൈസ് ചെയ്ത് പോകും അല്ലെ. ഇവിടെ നമുക്ക് അങ്ങനെ പോസിബിൾ അല്ല. ഇവിടെ പൊസിഷൻ വെച്ചിട്ടല്ല ചെയ്യുന്നത്, അഡ്രസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കാം? ഇന്റ് സ്റ്റാർ പി ബി എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഇവിടെ കൊടുത്തു. അതായത് ഒരു ലൊക്കേഷൻ മൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, അതായത് സ്റ്റാർട്ടിംഗ് അഡ്രസ് മാറാതെ തന്നെ സ്റ്റാർട്ടിംഗ് അഡ്രസ് പി എയിൽ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷൻ ഓരോന്നും പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷനെ പി ബി എന്ന് പറഞ്ഞിട്ട് ഒരു അനദർ മെമ്മറി അലോക്കേറ്റ് ചെയ്തു. ഈ സ്റ്റെപ്പ് ഇവിടെ വേണമെന്നില്ല, ഞാൻ ഇവിടെ കൊടുത്തു അത്. ഓക്കെ, ഫോർ പി ബി ഇസ് ഈക്വൽ ടു പി എ പറഞ്ഞു. അപ്പൊ സ്റ്റാർട്ടിംഗ് അഡ്രസ് എവിടെ വന്നു? പി ബിയിൽ വന്നു. അതിനുശേഷം എന്താണ്? പി ബി ലെസ് ദാൻ പി എ പ്ലസ് 10. നമ്മൾ പറഞ്ഞു പോയിന്ററിന്റെ കൂടെ കോൺസ്റ്റന്റ് വാല്യൂ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, അതുപോലെ പ്ലസ് പ്ലസ് മൈനസ് മൈനസ് ഓപ്പറേറ്റർ എടുക്കാം, അതുപോലെ രണ്ട് അഡ്രസ്സിന്റെ ഡിഫറൻസ് എടുക്കാം അല്ലെ. ഇപ്പൊ സ്റ്റാർട്ടിംഗ് അഡ്രസ്സും എൻഡിങ് അഡ്രസ്സും ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര ലൊക്കേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ പി ബി ലെസ് ദാൻ പി എ പ്ലസ് 10 പറഞ്ഞു. പി ബി പ്ലസ് പ്ലസ് ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും പി ബി ഇൻക്രീസ് ചെയ്യണം. അപ്പൊ എത്ര വെച്ചിട്ടായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്? സപ്പോസ് സ്റ്റാർട്ടിംഗ് അഡ്രസ് 500 ആണെങ്കിൽ പി ബി പ്ലസ് പ്ലസ് പറയുമ്പോൾ എത്ര പോകും? 502 പോകും. എന്തുകൊണ്ടായി? ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഇൻറ്റിജർ ആയതുകൊണ്ട് എത്രയാണ്? 2 ബൈറ്റ് മെമ്മറി ആയിരിക്കും മൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു ലൊക്കേഷൻ എടുക്കുന്നത് 2 ബൈറ്റ് മെമ്മറിയാണ്. അപ്പൊ പി ബി പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1 ആണ് ഇൻക്രീസ് ചെയ്യാൻ പറയുന്നതെങ്കിലും ആ ഒരു ലൊക്കേഷന്റെ സൈസ് എന്ന് പറയുന്നത് 2 ബൈറ്റ് ആണ്. അപ്പം അടുത്ത നെക്സ്റ്റ് അഡ്രസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 502 ആയിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു? സി ഇൻ എന്താ പറഞ്ഞേ? സ്റ്റാർ പി ബി അല്ലെ. പി ബിയിലോട്ട് വാല്യൂ റീഡ് ചെയ്യാൻ പറഞ്ഞു. വീണ്ടും നെക്സ്റ്റ് ലൊക്കേഷനിൽ പോയി കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രൂ ആണ്, നെക്സ്റ്റ് വാല്യൂ റീഡ് ചെയ്തു. അങ്ങനെ എത്ര വാല്യൂ ആണോ നമുക്ക് കൊടുക്കേണ്ടത് അത്രയും വാല്യൂസ് നമ്മൾ കൊടുക്കുക. ഇവിടെ നമ്മൾ പറയുന്ന 10 ലൊക്കേഷൻ ആണ്, കാരണം ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് 10 ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വേരിയബിൾ കൊടുത്തിട്ട് ആ എത്ര നമ്പർ ഓഫ് ഐറ്റംസ് വേണം എന്നുള്ളത് നമുക്ക് പ്രോഗ്രാമിൽ കൂടി റീഡ് ചെയ്തിട്ട് ആ വേരിയബിൾ ഇവിടെ പറയാം. മനസ്സിലായി? എൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തിട്ട് എന്ത് പറയാം? ഇവിടെ പി എ പ്ലസ് എൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ നമ്പർ ഓഫ് എലമെന്റ്സ്, അതായത് നമുക്ക് റൺ ടൈമിൽ നമുക്ക് ഡിസിഷൻ എടുക്കാം എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് അവിടെ വേണം എന്നുള്ളത്. അപ്പോഴേ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ,
അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്ത് ഇവിടെ ഫോർ പി ബി ഇസ് ഈക്വൽ ടു പി എ. കാരണം എന്താ, ഇപ്പൊ പി ബി എന്ന് പറയുന്നത് ലാസ്റ്റ് ലൊക്കേഷനിലാണ് നിൽക്കുന്നത് അല്ലെ. പിന്നെ എനിക്ക് സ്റ്റാർട്ടിങ് മുതൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്താണ്, വീണ്ടും റീഇനിഷ്യലൈസ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരണം അല്ലെ. അത് നമുക്ക് സ്റ്റാർട്ടിങ് അഡ്രസ് എവിടെയുണ്ട്, പി എന്ന് പറയുന്ന വേരിയബിളിലുണ്ട്. പി എ നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തിട്ടില്ല, പി എ കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ എന്താ, പി ബി ഇസ് ഈക്വൽ ടു പി എന്ന് കൊടുത്തു. അതിനുശേഷം സെയിം കണ്ടീഷനാണ്, കാരണം 10 ലൊക്കേഷൻ മൂവ് ചെയ്യണം. പി ബി പ്ലസ് പ്ലസ് ഓരോ ലൊക്കേഷൻ വെച്ചിട്ട് മൂവ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞു, സി ഔട്ട് സ്റ്റാർ പി ബി കൊടുത്തിട്ട് എന്താണ് ഇവിടെ ഒരു സ്പേസിങ്, അല്ലെങ്കിൽ ഞാനിപ്പോ 1 2 3 എന്ന് പറഞ്ഞ നമ്പേഴ്സ് ആണ് കൊടുത്തെങ്കിൽ എന്താണ് എല്ലാം ഒരു ചേർന്ന് പ്രിന്റ് ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് 2 ഡിജിറ്റ് ആയാലും 3 ഡിജിറ്റ് ആയാലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, ചേർന്ന് പ്രിന്റ് ചെയ്യും അല്ലെ. ആദ്യം ഞാൻ കൊടുത്ത 10 ആണ്, പിന്നെ കൊടുത്ത 6 ആണെങ്കിൽ എന്താണ് 106 എന്നുള്ള ചേർന്ന് പ്രിന്റ് ചെയ്യും. മനസ്സിലായി. അപ്പൊ നമുക്ക് 2 ഡിജിറ്റ് ആണോ 3 ഡിജിറ്റ് ആണോ എന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. എത്ര ഡിജിറ്റ് ആയാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ നമ്പറിനും ഇടയ്ക്ക് ഗ്യാപ്പ് കൊടുക്കാം. ആ കൊടുക്കുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് സിംഗിൾ സ്പേസ് ആണെങ്കിൽ സിംഗിൾ കോട്ട്സിൽ കൊടുക്കാം അല്ലെ. അതേസമയം മോർ ദാൻ 1 സ്പേസ് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം, ഡബിൾ കോട്ട്സിനകത്ത് തന്നെ. അതായത് സ്ട്രിങ്ങിനാണെങ്കിൽ മോർ ദാൻ 1 സ്പേസ് എന്ന് പറയുമ്പോൾ എന്താണ് സ്ട്രിങ് ആയി അല്ലെ. അപ്പൊ എന്താണ് ഡബിൾ കോട്ട്സിൽ കൊടുക്കണം. ഡബിൾ കോട്ട്സിൽ കൊടുത്തതിന് ശേഷം എന്താണ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ റീഡ് ചെയ്ത വാല്യൂ ഇങ്ങനെ ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ പോയിന്റേഴ്സിൽ നമ്മൾ പറയുന്ന കാര്യം. ഓക്കെ, അപ്പൊ അടുത്ത് നമുക്ക് ഒബ്ജക്ട്സ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ കാണുന്നവരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടെങ്കിൽ അത് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ. സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ട്, പ്രോഗ്രാമിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ അറിവിൽ ആരുണ്ടെങ്കിലും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇവിടെ ഒരുപാട് ടിപ്സും അതുപോലെ ചെറിയ സെമിനാർ ടോപ്പിക്കായിട്ട് ഷോർട്സിലൊക്കെ നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഇതിന്റെ പോയിന്റ്സ് തന്നെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഷോർട്സിൽ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്തായാലും അവർക്ക് ഉപകാരപ്രദമായിരിക്കും. വൈവയ്ക്കായാലും അതുപോലെ ഈ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടായാലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എല്ലാം ടിപ്സും പിന്നെ ചെറിയ ചെറിയ പോയിന്റ്സും ആയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഇത് വേണമെന്നുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.